കണ്ണാടി എന്ത് കണ്ണാടി എന്ത് മീശ വെട്ടാനായിട്ട്? കണ്ണാടി അമ്മാവൻ എടുത്തിട്ട് പോണുണ്ട്. എനിക്കറിയത്തില്ല. അതിനകത്ത് ചോദിക്കാൻ പോരെ കണ്ണാടി. അമ്മാവാ അമ്മാവോ ഇത് എവിടെ പോയി കിടക്കണം അറിയാൻ പറ്റില്ല. കണ്ണാടി എടുത്തോണ്ടത് അവന്റെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ എന്താ കാര്യം? എന്തോന്ന് കാണിച്ചു കൂട്ടുന്നത്? എന്താ ഈ അടുപ്പെന്നാണോ വാരി എടുക്കുന്ന സാധനം? അല്ലടാ അതാ ഈ മേടിച്ചിട്ടുണ്ട. അടുപ്പിന് ഇവിടെ ഇരിക്കണത് അവിടെ ഇരുന്ന് ചെയ്തൂടെ? അല്ല അവിടെ ഇരുന്ന് ചെയ്ത ആർക്കൊരു ശല്യം ഉണ്ടാച്ചിട്ട് ഒഴിഞ്ഞു വന്നിരുന്ന് ചെയ്തല്ലേ. ഞാൻ ഈ കൊരവള്ളി പൊട്ടുന്ന കണക്ക് ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, അമ്മാവോ അമ്മാവോ അമ്മാവോ. ഇവിടെ എന്ത് കണ്ടിരിക്കായിരുന്നപ്പോ? രാവിലെ എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താ? കണ്ണാടി വേണം എനിക്കൊരു മീശ ശരിയാക്കാനുണ്ടായിരുന്നു. ഈ ഒരു കണ്ണാടി മാത്രമേ ഉള്ളൂ അവിടെ? എടാ അവിടെ അലമാറില്ലേ, അതിനെ നോക്കിയിട്ട് ചെയ്തൂടെ? അവിടെ ലൈറ്റ് ഇല്ല. നീ ഒരു ലൈൻമാനല്ലേടാ, അവിടെ ലൈറ്റാണ് കുറ്റിയേ. വീട്ടിനകത്ത് പോസ്റ്റിട്ടാണോ ലൈൻമാൻ്റെ ജോലി? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? കണ്ണാടിയല്ലേ? അത് കിട്ടിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് വയസ്സാകുമ്പോൾ വരുന്നതല്ലേ അമ്മാവാ. കുറച്ച് വയറ്, കുറച്ച് കഷണ്ടി, കുറച്ച് നര, ഇതൊക്കെ അഭിമാനത്തോടെ നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ അതിനെ ഒരു കുറ്റമായിട്ട് കാണരുത്. അത് വയസ്സാവണവർക്കല്ലേ. എടാ ഇത് അകാല നരയാണ്, ഓമന നര. അങ്ങനത്തെ നരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അകാല നരയോ? എടാ എനിക്ക് അതിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. അമ്മയുടെ അനിയനല്ലേ? അനിയനല്ലേ, അല്ലാണ്ട് ഏട്ടനല്ലല്ലോ. അമ്മക്ക് 78 വയസ്സായി. കിളവാ, ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ടി നടക്കാൻ പോണത്? എടാ പെണ്ണ് കെട്ടൂല, അല്ല പെണ്ണ് കിട്ടൂല. അത് നീയല്ലോ തീരുമാനിക്കാൻ. അതൊന്നും നീയല്ലോ തീരുമാനിക്കാൻ. ഇത് ആരെ കാണിക്കേ? എനിക്ക് പലരും കാണിക്കാണ്ടാവും. നീ എന്റെ പണിയൊക്കെ വയ്ക്കാത്ത കഴിയട്ടത് കുറച്ചും കൂടി ഉള്ളത്. എടാ എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോവാണ്ട, അതിന് വേണ്ടിയിട്ടത്. ഇത് എന്ത് നേരം പറഞ്ഞ കുട്ടി നേരെ? എടാ നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ഇത് പറഞ്ഞു വരുമ്പോ അവസാനം എന്നെ ഇളയതായി വരുമല്ലോ. ഞാൻ എന്റെ ഈ നാണക്കേട് സഹിക്കാൻ വയ്യെന്ന് കരുതിയിട്ടാണ് ഞാൻ കണ്ണാടി കാർന്ന് പറഞ്ഞു. കണ്ണാടി ഓടാ. ഒന്നാ താമസിച്ച് വേഗം കൊണ്ടോ വേറെ എന്തെങ്കിലും മേടിക്കാണ്ടോ? എനിക്ക് വേണ്ട, ഒന്നും മേടിക്കാനില്ല. അഴകേശൻ്റെ വീടാണോ? ആ അതെ അതെ. പുള്ളി ഒന്ന് കാണാൻ പറ്റൂ? അല്ല അമ്മ ഇപ്പം ഇവിടെ ഇല്ല. എന്താ കാര്യം? അത് കുറച്ച് കാര്യം ഉണ്ടായിരുന്നു സംസാരിക്കാനേ. വരും. അതെ ഇരിക്കും. എൻ്റെ പേര് സുധീഷ് എന്നാണ്. ഞാൻ കൊല്ലം ചവറയിൽ നിന്ന് വരികയാണ്. ഇതെൻ്റെ അയൽവാസിയാണ് ബാബുചേട്ടൻ. അപ്പം ബാബുചേട്ടനൊരു പ്രായ സഹോദരിയുണ്ട്, ഒരു മോളുമുണ്ട്. അപ്പം മോളുമായിട്ട് ഇവിടുത്തെ അമ്മാവൻ എന്നൊരു ചെറിയൊരു ബന്ധമുണ്ടെന്നൊരു സംഭവമുണ്ട്. അതെ അതെ, കഴിഞ്ഞ 5-8 മാസമായിട്ട് അഴകേശൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വരികയും ഈ കുട്ടിയായിട്ട് സംസാരിക്കുകയും അവർ തമ്മിലൊരു ഇഷ്ടമായിട്ട് ഉള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അവൾ ഭർത്താവ് മരിച്ച ഒരു കുട്ടിയാണ്. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ ബന്ധപ്പെടുത്തി ഞങ്ങൾ വേറെ കല്യാണങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളത് പിന്നെ ഒന്നും പ്രൊസീഡ് ചെയ്തില്ല. അല്ല, ഇപ്പം കുറേ കാലമായിട്ട് ഇപ്പം വെളിയില്ല, വരവും ഇല്ല, എവിടെയാണെന്ന് ഒരു ഊഹമില്ല. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് വന്നതാണ്. നേരത്തെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. വരാറുണ്ടായിരുന്നു. ഓ ശരി. അപ്പം ഇവിടെയാണെന്ന് എങ്ങനെ അറിയാൻ വരുന്നു?
അത് പുള്ളിയുടെ സംസാരത്തിന് ഇടയിൽ നിന്ന് കിട്ടിയതാണ്. എടപ്പഴിയിലാണ് തിരുവനന്തപുരത്ത് എന്നുള്ളത് ഓ ആ പെൺകുട്ടി പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടുത്തെ കടക്കാരനടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇതാണ് വീടെന്ന്. അങ്ങനെ വന്നതാണ്. ഒരു മിനിറ്റ്. ക്ലീറ്റോ, ക്ലീറ്റോ. ഓ എടേ കയറുവാ. ഇതാരാ കാറ്? എന്താ വെച്ചാൽ ഇതാരാ കാറ്? നിനക്ക് പരിചയമുള്ള കാറാണോ അത്? നിനക്കറിയാമോ ആ കാറ്? കേട്ടപ്പെടും. ഒന്നുകൂടെ നോക്ക് നീ. കൊടുക്കാൻ കൊണ്ടുവന്നാണോ? കൊടുക്കാനാണെങ്കിൽ ഇതും വിലയൊന്നും കിട്ടില്ല. ഇതൊക്കെ ഇപ്പം ആക്രിക്ക് പോലും വേണ്ടടേ. അത് പാർട്ടിയുടെ പറഞ്ഞു ഇവിടെ ഇതൊന്നും ഏറ്റളയില്ല. നോക്കി അവരാരാ നോക്കി. അവരാരും അറിയാമോ നിനക്ക് അവരെ? നിനക്ക് വല്ല കുഴപ്പമുണ്ടടേ? പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടാണ്? എൻ്റെ ഒരു പൈസ കൊണ്ടുവന്നതാ. അതല്ല, പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോ? എനിക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി തരുമോ? അതിന് വേണ്ടിയാണ് ഈ തോന്നിയ ദിവസം കാണിക്കാൻ പോണം നീ. നീ ഒരു മരുന്ന് ഇങ്ങനെ കൊണ്ട് വല്ല പറയിക്കരുത്. വല്ലതും പറയണേ, നേരിട്ട് പറയണേ. അല്ലെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ തമാശയ്ക്കും അല്ലാതെയൊക്കെ അമ്മാവൻ ഒരുപാട് കളിയാക്കാറുണ്ട്, ഒരുപാട് പൊട്ടം കളിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് കൂടുതലാണ്. ആ ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കി ആ മനുഷ്യൻ പോയി വല്ലതും ചെയ്തു കളയും. അല്ല, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം. ഞാൻ കുറേ നേരം നീ പറഞ്ഞു ഒരുമാതിരി കാട് കയറി പോകണല്ലോ. ഞാൻ എന്തുണ്ടാക്കിയെന്നാണ് നീ പറയണത്? നീ പൈസ സംസാരിക്കടാ. സംസാരിക്കണമെന്ന് നീ ഇങ്ങനത്തെ സംസാരം പറഞ്ഞാൽ നീ പൈസ സംസാരിക്കാൻ ആളിരിക്കണ്ടല്ലേ? ആ നീ അമ്മാവനെതിരെ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടുണ്ടോ? അമ്മാവനെ വട്ടത്തിലാക്കാൻ വേണ്ടി എന്തെങ്കിലും? ഇപ്പം തന്നെ ആവശ്യത്തിനായ ജോലിയുണ്ട്. ഇനി അമ്മാവൻ്റെ കാര്യം നോക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. നിനക്ക് അവരെ അറിഞ്ഞൂടാ? എൻ്റെ പൊന്നടിയാ, എനിക്ക് ഇവരെ അറിഞ്ഞൂടാ, ഈ വണ്ടി അറിഞ്ഞൂടാ. ഇത് വണ്ടി ഞാൻ ഇവിടെ പണ്ട് എവിടെയോ കച്ചവടത്തിന് കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, എവരെ എനിക്ക് അറിഞ്ഞൂടാ. എന്താ കാര്യം? കാര്യം എന്തോന്ന്?